ഫ്രാൻസിസ് മാർപ്പാപ്പ നിത്യതയിൽ അലിഞ്ഞു. അഭയാർത്ഥികൾക്ക് വേണ്ടി, ഇതര മതസ്ഥർക്ക് വേണ്ടി, LGBTQ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി, സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി കത്തോലിക്ക സഭയുടെ പ്രഖ്യാപിത നിലപാടുകൾക്ക് അപ്പുറത്ത് മറ്റൊരു ശരിയുണ്ട് എന്ന് നമ്മളെ ഓർമ്മിപ്പിച്ച പാപ്പയാണ് വിട പറഞ്ഞത്. വത്തിക്കാനിൽ നിന്നുള്ള വെള്ളപ്പുകയ്ക്കായി ക്രൈസ്തവർ മാത്രമല്ല, ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ്. പോപ്പ് ഫ്രാൻസിസിന്റെ സ്നേഹരാഷ്ട്രീയം തുടരുമോ പുതിയ പാപ്പയും എന്നാണ് ന്യൂസ് പ്ലസ് ചോദിക്കുന്നത്. മാധ്യമപ്രവർത്തകൻ ഇഗ്നേഷ്യസ് ഗോൺസാൽവസ് ആണ് നമുക്കൊപ്പം തത്സമയം ചേരുന്നത്. സ്വാഗതം ശ്രീ ഇഗ്നേഷ്യസ് ഗോൺസാൽവസ്. ഇത് തന്നെയാണ് ചോദിക്കാനുള്ളത്. പുതിയ പാപ്പയ്ക്കായി ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ്. ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ മുന്നോട്ട് വച്ച ഒരു ശരിയുടെ രാഷ്ട്രീയമുണ്ട്. അതിൻ്റെ തന്നെ പിന്തുടർച്ചയായിരിക്കുമോ വരുന്ന പാപ്പയും എന്നുള്ളതാണ് അറിയേണ്ടത്. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും ഒരു ഫ്രാൻസിസ് ഇമ്പാക്റ്റ് ലോകമെമ്പാടും ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഗുണപരമായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അവസ്ഥ സംജാതമാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതേസമയം നമ്മൾ കാണേണ്ട ഒരു കാര്യം, അടുത്ത കോൺക്ലേവ് തിരഞ്ഞെടുക്കാൻ പോകുന്നത് ഫ്രാൻസിസ് പാപ്പായുടെ പിൻഗാമിയെയാണ് എന്ന് പറയുന്നതിനേക്കാൾ ഒരുപക്ഷെ ഊന്നി പറയേണ്ടത് പത്രോസിൻ്റെ പിൻഗാമിയെയാണ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഓരോ പേപ്പസിയും അതാതിൻ്റെ ഒരു യുണീക്ക്നെസ് കാണിച്ചിട്ടുണ്ട്. അത് പേപ്പസിയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാ തരത്തിലുള്ള, അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തേക്ക് ഒരു യാത്ര ഉന്നം വെച്ചാൽ നമ്മൾ പലപ്പോഴും ആക്സിലറേറ്റർ ഉപയോഗിക്കേണ്ടടുത്ത് ആക്സിലറേറ്റർ, ചിലയിടത്ത് ബ്രേക്ക് ഉപയോഗിക്കേണ്ടടുത്ത് ബ്രേക്ക്, ചിലപ്പോൾ നമ്മൾ ഒരു അല്പം പുറകോട്ടെടുക്കേണ്ടി വരും, ചിലപ്പോൾ ഒരു യൂ ടേൺ എടുക്കേണ്ടി വരും. ഇതെല്ലാം ഡ്രൈവിങ്ങിൻ്റെ ഭാഗമാണ്. അതല്ലാതെ ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമാണ് ശരിയായ ഡ്രൈവിംഗ് എന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ കാലത്തെയും ലോകത്തെയും കോർത്തിണക്കി ക്രിസ്തുവിൻ്റെ ആദർശങ്ങളിൽ പ്രോജ്വലിപ്പിക്കുക എന്നുള്ളതാണല്ലോ ഒരു പാപ്പായുടെ ചുമതല. അപ്പോൾ അതിന് കാലഘട്ടം, സംസ്കാരം തുടങ്ങിയ ഒരുപാട് ഘടകങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. സഭയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇപ്പോൾ ഇലക്ടർമാരായിട്ടുള്ള കർദിനാളന്മാരുടെ എണ്ണം 135 അപ്പോൾ ഈ 135 ഇലക്ടറൽ കർദിനാളന്മാരാണ് പാപ്പായെ തിരഞ്ഞെടുക്കാൻ ബാധ്യസ്ഥരായ ആളുകൾ. അവർക്ക് വേണ്ടിയിട്ട് അത് വേറെ ഒരു 117 നോൺ ഇലക്ടർ കർദിനാളന്മാരും ഉണ്ടല്ലോ. ഈ കർദിനാളന്മാരെ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുക്കുന്നതിനായിട്ട് ഉടനെ തന്നെ അവർക്കായി ഒരു ധ്യാന പ്രസംഗം അവർ ധ്യാനത്തിലേക്ക് നീങ്ങുകയാണ്. ആദ്യത്തെ ധ്യാനം നയിക്കാനായിട്ട് ഒരു ബെനഡിക്റ്റൻ സന്യാസിയെയാണ് ഒരു സന്യാസ വൈദികനെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് കോൺക്ലേവിൻ്റെ തൊട്ട് മുന്നേ ഈ ഇലക്ട്രൽ കർദിനാളന്മാരുടെ ഒരു പ്രത്യേക ധ്യാനമുണ്ട്. അതിനു വേണ്ടിയിട്ടും ഒരു കപ്പുച്ചിൻ സന്യാസിയായിട്ടുള്ള ഒരു കർദിനാളിനെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ സഭയെ സംബന്ധിച്ചുള്ള, സഭയെയും ലോകത്തെയും സംബന്ധിച്ചുള്ള ഒരു യഥാർത്ഥത്തിലുള്ള ചിത്രം അവർക്ക് ലഭിക്കും. അതിൽ നിന്നാണ് അവരുടെ ആലോചനയും പ്രാർത്ഥനയും ചിന്തകളും വിചിന്തനങ്ങളും എല്ലാമായിട്ടാണ് അവരുടെ തീരുമാനം, അവരുടെ തീർപ്പ് ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഒരുക്കം തുടങ്ങുകയാണ്. ഈ സഭയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ എല്ലാ ഗണത്തിലും പെട്ട വളരെ യോഗ്യരായ കർദിനാളന്മാർ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. കാരണം അതാണ് ഈ സഭയെ ഒരു അത്ഭുതമാക്കി മാറ്റുന്ന ഒരു ഘടകം. അതാണ് ഈ 2 സഹസ്രാബ്ദത്തിന് മേൽ പഴക്കമുള്ള ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ നേരത്തെ പറഞ്ഞ പോലെ കത്തോലിക്ക നിലപാടുകൾ, പരമ്പരാഗതമായ നിലപാടുകൾക്ക് വ്യത്യസ്തമായി പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ള പാപ്പയാണ് പോപ്പ് ഫ്രാൻസിസ്. അത് സ്ത്രീകളുടെ വിഷയത്തിൽ, ഗർഭഛിദ്ര വിഷയത്തിൽ, LGBTQയിലൊക്കെ അത് നമ്മൾ കണ്ടു. അവസാനം അദ്ദേഹത്തിൻ്റെ സന്ദേശം പോലും ഒരു വലതുപക്ഷ രാഷ്ട്രീയ ക്രമത്തിൽ നിൽക്കുമ്പോൾ ലോകം മുഴുവൻ അദ്ദേഹം ഈസ്റ്റർ ദിന സന്ദേശമായി അനുസ്മരിച്ചത് ഗാസയിലെ നിരപരാധികളായ മനുഷ്യരെ കുറിച്ചായിരുന്നു. അപ്പോൾ ഈ യുദ്ധങ്ങൾക്കൊക്കെ
ലോകശക്തികളുടെ പിന്തുണയൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിൽ, അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങളിൽ നിന്നൊന്നും അദ്ദേഹം ഒരിക്കലും പിന്നോട്ട് പോയിട്ടില്ല. ഈ പറയുന്ന അഭിപ്രായങ്ങൾ, സന്ദേശങ്ങൾ, ഇതൊക്കെ എങ്ങനെയാണ് രൂപപ്പെടുന്നത്? അത് സ്വന്തമായി തന്നെയാണോ, അതിൽ ഏതെങ്കിലും തരത്തിലുള്ള കൂടിയാലോചനകളോ ചർച്ചകളോ ഉണ്ടാകാറുണ്ടോ? അത് എല്ലായ്പ്പോഴും എനിക്ക് ചോദിക്കണം എന്ന് തോന്നിയിട്ടുള്ള എൻ്റെ ഒരു കൗതുകത്തിന് പുറത്തുള്ള ഒരു ചോദ്യമാണത്. അതിന് മറുപടി യെസ് ആൻഡ് നോ ആണ്. ഇത് അന്തിമമായിട്ട് ഇപ്പോൾ ഫ്രാൻസിസ് പാപ്പായുടെ ഓരോ വാക്കും ഓരോ ചെയ്തിയും നമ്മൾ പരിശോധിച്ചാൽ അതിൻ്റെ എല്ലാം അടിത്തറ എന്ന് പറയുന്നത് യേശു ക്രിസ്തു മുന്നോട്ട് വെച്ച സുവിശേഷമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആരുടെ പക്ഷത്ത്, ആരാണ് അയൽക്കാരൻ, നല്ല ഇടയൻ്റെ ഉപമ, നല്ല സമറയക്കാരൻ്റെ ഉപമ, ഈ തരത്തിൽ. അതുപോലെ തന്നെ പാപിനിയായി പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യത്തെ കല്ലെടുക്കുക എന്ന് പറയുക, അങ്ങനെയുള്ളൊരു സ്ത്രീപക്ഷ ചിന്ത, അല്ലെങ്കിൽ ആ അവകാശത്തിന് ഇതെല്ലാം സുവിശേഷാധിഷ്ഠിതമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ചുമ്മാ ഒരു പുരോഹിതനായതല്ല, ചുമ്മാ ഒരു ജെസ്വിറ്റ് സന്യാസി ആയതല്ല. ഇതെല്ലാം വലിയ ചോയ്സുകളായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ. കെമിസ്ട്രി പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്ത ഒരാൾ ആണ് പിന്നീട് ഒരു വൈദികനായി തീരുന്നത്. അദ്ദേഹമാണ് പിന്നീട് ഒരു ബിഷപ്പായും ആർച്ച് ബിഷപ്പായും കർദിനാളായും പോപ്പായും തീരുന്നത്. അപ്പോൾ ഓരോ ഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ മേൽ ഈ ക്രിസ്തുവിൻ്റെ സുവിശേഷവും അതുപോലെ തന്നെ സെക്യുലറായിട്ടുള്ള ശാസ്ത്രബോധവും. ഇപ്പോൾ ഒരു കെമിസ്ട്രിയിൽ ആണല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു പ്രാവീണ്യം എന്ന് പറയുന്നത്, തിയോളജിയും ഫിലോസഫിയും ഒക്കെ കഴിഞ്ഞാൽ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സ്വന്തമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് സന്നിവേശിപ്പിക്കുന്ന ഒരു ജ്ഞാനവിജ്ഞാനമുണ്ട്. അതൊന്ന്. രണ്ടാമത്തെ, അദ്ദേഹം പഠിച്ചും അറിഞ്ഞും കേട്ടും സ്വാംശീകരിക്കുന്ന മറ്റുള്ളവരുമായി ഇടപഴകുകയും. ഫ്രാൻസിസ് പാപ്പയുടെ ഒരു സവിശേഷത തന്നെ അദ്ദേഹം ആരെയും കേൾക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ്. അതാണല്ലോ അദ്ദേഹത്തിൻ്റെ പേപ്പസിയെ അടയാളപ്പെടുത്തുന്ന ഏറ്റവും പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ സിനഡാലിറ്റി എന്ന് പറയും സഭയുടെ ഭാഷയിൽ. അതായത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളും നമ്മൾ ഇഷ്ടപ്പെടാത്ത ആളുകളും, പണ്ഡിതന്മാരും പാമരന്മാരും, ധനികരും അങ്ങനെ അല്ലാത്തവരും, ആണും പെണ്ണും, അങ്ങനെ ലിംഗപരമായ മറ്റു വ്യത്യസ്തതകളുള്ളവരും, കുട്ടികളും പിന്നെ ഗ്രാൻഡ് പേരൻസും, ഇങ്ങനെ എല്ലാ ദൈവത്തിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും എല്ലാവരും ഒരുമിച്ച് ഒരു സംഘമായി മുന്നോട്ട് പോവുക. അതാണ് സിനഡാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ചർച്ചകളും അതിലുണ്ട്. പക്ഷെ അന്തിമമായ തീരുമാനം അദ്ദേഹത്തിൻ്റെ തന്നെയാണ് എന്നുള്ളതാണ് എനിക്ക് ഏതാണ്ട് ആധികാരികത്വത്തോടെ ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കുക. ശ്രീ ഇഗ്നേഷ്യസ്, ഇപ്പോൾ പല ഇടങ്ങളിൽ നിന്ന് പാപ്പകൾ ഉണ്ടാകുമോ എന്ന് നമ്മൾ ചോദിക്കുന്നുണ്ട്. ഏഷ്യക്കാരൻ പാപ്പ ഉണ്ടാകുമോ, ആഫ്രിക്കക്കാരനായിട്ടുള്ള പാപ്പ വരുമോ, ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള ചർച്ചകൾ. ഇതിനകത്ത് ഈ തെരഞ്ഞെടുപ്പ് ഏത് തരത്തിലാണ്? ഇപ്പോൾ ഏത് റീജിയനിൽ നിന്നൊക്കെ ഉള്ള തെരഞ്ഞെടുപ്പ് ഏത് തരത്തിലാണ്? അവിടുത്തെ കത്തോലിക്കരുടെ എണ്ണമാണോ നോക്കുന്നത്, ശതമാനമാണോ, വർധനവാണോ, എന്താണ് പരിഗണിക്കുന്നത് അതിലേക്ക്? അതായത് അതിലെ പ്രധാന പരിഗണന ഹിയർ ആൻഡ് നൗ എന്ന് പറയുന്ന അവസ്ഥയിൽ സഭയുടെ ദൗത്യം എന്ത്, സഭ എങ്ങനെ ആ ദൗത്യം നിറവേറ്റണം, ഈ ചോദ്യമാണ് അവർക്ക് അഭിമുഖീകരിക്കാനുള്ളത് ഓരോ കർദിനാളിനും. അവിടെ രാജ്യം തിരിച്ചോ അല്ലെങ്കിൽ വംശം തിരിച്ചോ ഉള്ള ഒരു പരിഗണന ഇല്ല. അപ്പോൾ ഇതിൽ നമ്മൾ ഈ കോൺക്ലേവിനെ സംബന്ധിച്ച് ധാരാളം സിനിമകളും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ കണ്ടാലും അതല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വായിച്ചറിഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതാത് കാലഘട്ടത്തിനും അതാത് കാലഘട്ടത്തിൻ്റെ ആവശ്യത്തിനും ഒത്ത വിധത്തിൽ ഒരു 90% കൃത്യമായ തെരഞ്ഞെടുപ്പാണ് അവിടെ നടക്കുക. മറ്റ് പരിഗണനകൾ അവിടെ വരാൻ പറ്റില്ല. അതിൻ്റെ ഒരു കാരണം ഈ സിസ്റ്റൈൻ ചാപ്പൽ എന്ന് പറയുന്ന അതിൻ്റെ വേദി തന്നെയാണ്. കോൺക്ലേവിൽ പങ്കെടുത്ത ആളുകളോട് സംസാരിക്കുമ്പോൾ അത് കുറച്ചും കൂടെ മനസ്സിലാവും. അപ്പോൾ സിസ്റ്റൈൻ ചാപ്പലിൻ്റെ പ്രത്യേകത എന്താണ്? അപ്പോൾ ഇവരകത്ത് കയറുന്നു. കോൺക്ലേവ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം കും ക്ലാവിസ് എന്ന് പറയുന്ന 2 ലത്തീൻ പദങ്ങളിൽ നിന്നാണ് ഇത് വരിക. എന്നാൽ അടച്ചു പൂട്ടപ്പെട്ടവർ, ക്ലാവിസ് എന്ന് പറയുന്നത് താക്കോൽ. അപ്പം ഇപ്പം പുറം ലോകവുമായിട്ട് ബന്ധമില്ല. അവർക്ക് ബന്ധമുള്ളത് അതിനകത്തുള്ളവരുമായിട്ടും ദൈവവുമായിട്ടും മാത്രമാണ്. അപ്പോൾ അതിന് ഒരു ധ്യാനം നടത്താൻ പറ്റിയ വിധത്തിൽ ലോകസൃഷ്ടി മുതൽ
അന്ത്യകാലത്തെ, അതായത് അന്ത്യവിധി വരെയുള്ള ചിത്രങ്ങൾ മൈക്കലാഞ്ചലോ എന്ന് പറയുന്ന ആ അനശ്വര വിശ്വകലാകാരൻ അവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കർദിനാൾമാർ ഓരോരുത്തരും പ്രതിജ്ഞ എടുക്കാൻ വേണ്ടിയും ഓരോ വോട്ട് രേഖപ്പെടുത്തിയ കടലാസ് അതിന് വെച്ചിട്ടുള്ള പ്രത്യേക പാത്രത്തിൽ നിക്ഷേപിക്കാൻ വേണ്ടിയും ഈ സിസ്റ്റൈൻ ചാപ്പലിൻ്റെ അറ്റത്തുനിന്ന് പതിയെ പതിയെ നടന്ന് ഈ നിത്യവിധിയുടെ ചിത്രത്തിൻ്റെ താഴെ വരെ എത്തണം. അവിടെയാണ് മേശപ്പുറത്ത് ഇത് കൊണ്ടുപോയി ആ നിശ്ചിത സ്ഥാനത്ത് വെക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒന്ന് ആലോചിക്കണം, ഈ മൈക്കലാഞ്ചലോയുടെ ആ ചിത്രം ഒരു 10 മിനിറ്റ് നോക്കിയാൽ അന്ത്യവിധിയിൽ വരുന്ന ക്രിസ്തുവിനെയാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ നീ എടുക്കുന്ന ഒരു തീരുമാനം, അത് പണത്തിൻ്റെ പേരിലാണെങ്കിൽ അല്ലെങ്കിൽ മറ്റു പരിഗണനയുടെ പേരിലാണെങ്കിൽ ഒക്കെ നാശത്തിന്, നിത്യവിധിയാളൻ്റെ ആ വലിയ ശിക്ഷയ്ക്ക് നീ അർഹനാകും എന്നുള്ള ഒരു ഫീലിംഗ് അതിൻ്റെ അകത്ത് 10 മിനിറ്റ് ചെലവഴിച്ചാൽ മതി, അത് ഉണ്ടാവും. അത് ആ ചിത്രത്തിൻ്റെ പിയത്തായെ നോക്കി നിൽക്കുന്ന മനുഷ്യരുടെ കണ്ണിൽ കണ്ണീര് ഉറഞ്ഞു കൂടുന്നത് പോലെയാണത്. പിയത്ത മറ്റൊരു മനോഹരമായ ശില്പമാണ്. അതുപോലെ അതിൻ്റെ 10 മടങ്ങ് ശക്തിയാണ് ഈ അന്ത്യവിധിയുടെ ചിത്രത്തിന് ഉള്ളത്. ഒരുപക്ഷെ അത് കാരണം ഈ ഇതിനകത്ത് സമ്മേളിച്ചുള്ള കർദിനാൾമാരെല്ലാം വിശ്വാസികളാണല്ലോ. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് ക്ലിയറായ മാർഗനിർദ്ദേശം കിട്ടാനായിട്ട് ആ പശ്ചാത്തലം തന്നെ ഒരു വലിയ കാരണമാണ് എന്നുള്ളതാണ്. ഇനി വേറൊന്നുള്ളത്, ഇപ്പോൾ എന്തെങ്കിലും ഒരു നീക്കുപോക്ക്, താങ്കൾ എനിക്ക് വോട്ട് ചെയ്താൽ ഞാൻ താങ്കൾക്ക് ഇത്ര പൈസ തരാം, ഈ സിമോണി എന്ന് പറയുന്ന പാപം, അത്തരം വല്ല സംഭവം ഉണ്ടായാൽ അത് ഈ കാനോൻ നിയമം അനുസരിച്ച് ലെയ്ത്തെ സെൻറ്റൻസിയെ എന്ന് പറയും. അതിനാൽ തന്നെ അസാധുവും, അതിനാൽ തന്നെ എന്തെങ്കിലും ഒരിക്കൽ ഈ മനുഷ്യൻ്റെ ഈ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം സഭയ്ക്ക് പുറത്തുമാണ്. അപ്പോൾ ഇങ്ങനെ ആ പശ്ചാത്തലം തന്നെ വളരെ ശരിയായ ദിശയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒന്നാണ്. അപ്പോൾ അവിടെ നടക്കുന്ന വിചിന്തനങ്ങളോട് ജനറൽ കോൺഗ്രിഗേഷൻസ് എന്ന് പറഞ്ഞൊരു സംവിധാനമാണ് ഇപ്പം നടക്കുന്നത്. അതായത് കോൺക്ലേവ് തുടങ്ങുന്നത് ഈ 9 ദിവസത്തെ ദുഃഖാചരണത്തിന് ശേഷമാണ്. അപ്പോൾ അതിനെ നൊവേം ദിയാലിസ് എന്ന് പറയും. അപ്പോൾ ഇന്ന് അതിൻ്റെ 1-ാം ദിനമാണ്. അങ്ങനെ 9-ാം ദിവസമായിരിക്കും മിക്കവാറും കോൺക്ലേവ് തുടങ്ങുക. ഈ കോൺക്ലേവ് തുടങ്ങുന്നതിന് മുമ്പ് 2 ധ്യാനങ്ങൾ ഇവർക്ക് വേണ്ടിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ധ്യാനം എന്ന് പറയുന്നത് ഇന്നത്തെ ലോകം, ഇന്നത്തെ സഭ അതിനെ അതിനിശിതമായി കാർക്കശ്യത്തോടുകൂടി വിശകലനം ചെയ്യുന്ന ഒന്നായിരിക്കും. സോ ദേ ഗെറ്റ് എ പിക്ചർ. പിന്നെ ജനറൽ കോൺഗ്രിഗേഷൻസ് എന്ന് പറയുന്ന അനൗപചാരിക കൂടിച്ചേരലുകളുണ്ട്. അവിടെയും ചർച്ചകൾ ഇങ്ങനെ മുന്നേറും. പക്ഷേ കോൺക്ലേവ് തുടങ്ങിയാൽ ഇമാതിരിയുള്ള ചർച്ചകൾക്ക് സ്കോപ്പ് കുറയും. അത് സ്വന്തം തീരുമാനമായിട്ട് വരും. ശരി, ഇഗ്നേഷ്യസ് ഗോൺസാൽവസ്, ഏതായാലും ഈ ഘട്ടത്തിൽ ഞങ്ങൾക്കൊപ്പം സംസാരിക്കാൻ എത്തിയതിന് വളരെയധികം നന്ദി. ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ് ഏതായാലും പുതിയ പാപ്പയെ.